തിരുവനന്തപുരത്ത് വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചയെന്ന് ആരോപണം. തിരുവനന്തപുരം നേമം പൊന്നുമംഗലം വാർഡിലാണ് പരാതി. വോട്ടർമാർ ഉള്ള വീടുകളിലെത്തിയെങ്കിലും ആളില്ലെന്ന് നോട്ടീസ് ഒട്ടിച്ച് BLC മടങ്ങിയെന്നാണ് ആരോപണം. പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം നേമം പൊന്നുമംഗലം വാർഡിലെ ലതാ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ SIRമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ സമയത്ത് തന്നെയാണ് അത്തരം സംശയങ്ങൾ ബലപ്പെടുന്ന ചില നടപടികൾ ഉണ്ടാകുന്നത്. ഇന്ന് ഈ പ്രദേശത്തെ BLO ഇവിടെ പല വീടുകളിലെത്തുകയും എന്നാൽ അടച്ചിട്ടിരിക്കുന്ന വീടുകളുടെ പുറത്ത് ഫോമുകൾ ഒട്ടിക്കുകയും ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയും എന്നാൽ പിന്നീട് അവർ കാണുന്നത് അവരുടെ വീടിന് മുന്നിൽ ഇത്തരത്തിലൊരു നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്. അതായത് SIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്യൂമറേഷൻ ഫോമുമായി താങ്കളുടെ വീട്ടിലെത്തിയപ്പോൾ താങ്കൾ ഇല്ലാത്ത കാരണത്താൽ തിരികെ പോകേണ്ടി വന്നു. താങ്കൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. BLO 135/146 ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടാണ് ഇവിടുത്തെ BLO മടങ്ങിപ്പോയിരിക്കുന്നത്. അതായത് ഇവിടെ വീട്ടുകാരുണ്ടായിരുന്നിട്ട് കൂടി BLO നടപടിക്രമങ്ങൾ പാലിക്കാതെ അവരോട് അത് സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ സമയമെടുക്കാതെ പോവുകയും പിന്നീട് ഒരു നോട്ടീസ് ഒട്ടിച്ച് നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ ഇല്ലായിരുന്നു എന്നുമാണ് പറയുന്നത്. എന്താ ഇന്ന് സംഭവിച്ചതെന്ന്? രാവിലെ ഒരു ഓട്ടോ വന്ന് നിന്നു. അതിനകത്ത് ആൾ പോലും ഞാൻ കണ്ടില്ല. അകത്ത് വന്ന് ചോദിച്ചു ശിശുവികാരിലാണോ ഓട്ടോ എന്ന് ചോദിച്ചു. അകത്തിരുന്ന് ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് പൊന്നുമംഗലം സ്കൂളിലാണ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോലും ഓട്ടോയിൽ നിന്ന് ആരും പുറത്തിറങ്ങിയില്ല. കുറച്ച് നേരം നിന്നിട്ട് ഓട്ടോ എടുത്തങ്ങ് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചേക്കനാണ് കണ്ടത്. ഒട്ടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല, കണ്ടില്ല. അതായത് ഈ വീട്ടുകാർക്ക് അറിയില്ല ഇങ്ങനൊരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചതാരാണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ ഒട്ടിച്ചതാണ്. BLO അടക്കമുള്ള ഒരു വാഹനത്തിലെത്തി പുറത്തിറങ്ങാതെ ഒരു ചോദ്യം ചോദിച്ച് നിങ്ങളുടെ ഓട്ടോ എവിടെയാണെന്ന് ചോദിച്ചിട്ട് മടങ്ങുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം പറഞ്ഞതുപോലെയുള്ളൊരു നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, തൊട്ടടുത്തുള്ള വീടുകളിലും സമാനമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ മറ്റൊരു വീടാണ്. ഇവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ ഇവിടെ എത്തിയപ്പോൾ വീട്ടിൽ ആളുകളില്ലാത്ത കാരണത്താൽ നോട്ടീസ് ഒട്ടിച്ച് മടങ്ങിപ്പോയി എന്നൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ രാവിലെ എങ്ങനെയായിരുന്നു ഈ വന്ന? ബാക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ട് ഇവിടെ വന്നപ്പോൾ അവിടെ അല്ലായിരുന്നു. പിന്നെ ഇലക്ഷൻകാർ വന്നപ്പോഴാണ് പറഞ്ഞ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ മോള് വിളിച്ച് അപ്പോഴേ പറഞ്ഞ് പിന്നെ അവർക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു. സമയമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ആ സമയത്ത് അവർ വന്നു. ഈ ഒരു ചെറിയ ശബ്ദം കേട്ട് നിങ്ങൾ വരുന്നു. വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെയും കാണുന്നില്ല. പക്ഷെ തിരിച്ച് പിന്നീട് മറ്റുള്ളവർ പറയുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ ഇലക്ഷൻ അവിടെ ആണെന്ന് ചോദിച്ചാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒട്ടിച്ചിട്ട് അങ്ങ് പോയി. അങ്ങനെയാണ്. വിളിച്ചപ്പോഴെന്താ പറഞ്ഞത്? മോളാണ് സമയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അതായത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കാര്യം, ഒരു BLOയുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ എന്യൂമറേഷൻ ഫോം അടക്കമുള്ള വിതരണ നടപടിക്രമങ്ങൾ അത് കൃത്യമായി പാലിക്കുകയും അതിൻ്റെ സമയബന്ധിതമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി അവരുടെ ജോലി ചെയ്യെങ്കിൽ മാത്രമേ SIR പോലെയുള്ള നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള ഒരു നടപടിക്രമം കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു BLO തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതി. അവർ പറയുന്നത്, ഒന്ന്, അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു വീട്ടിലാകട്ടെ BLO വന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, അതിനുശേഷം പോയി. മറ്റൊരു വീട്ടിലാകട്ടെ പുറത്തൊരു സൗണ്ട് കേട്ടെന്ന് വന്നു, പക്ഷേ അപ്പോഴും ആരെയും കാണുന്നില്ല. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ഈ വീടുകളുടെയൊക്കെ മുന്നിൽ നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ആളുകളില്ലാത്ത കാരണത്താൽ മടങ്ങേണ്ടി വന്നു എന്നുള്ള ഒരു നോട്ടീസാണ് പതിപ്പിച്ചിരിക്കുന്നത്. അതിന് ഈ BLOയുടെ മറുപടി എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരുന്നത്. കാരണം ഇത്തരം നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണോ ഈ നടക്കുന്നത് എന്നുള്ളൊരു സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്.